ആദ്യം പറയാം, വലിയ ഹൈപ്പൊന്നും വേണ്ട. ഡെഡ്പൂൾ ആൻഡ് വോൾവറിന് ശേഷം മാർവലിന് സൈഡിൽ നിന്ന് വരുന്ന R-rated ഐറ്റം. സോറി, R-rated അല്ല, TVMA. ഒബിയസ്ലി ഹൈപ്പ് ഉണ്ടാവും. എസ്പെഷ്യലി വാട്ട് ഇഫ് ഇറങ്ങിയിരുന്നെ കാലത്ത് സോംബി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി. പോരാത്തതിന് ഇപ്പോഴത്തെ മാർവലിൻ്റെ പോക്ക് വെച്ച് എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷയിലില്ല. ഈ പറഞ്ഞെല്ലാം വെച്ചിട്ട് നല്ല ഹൈപ്പിൽ തന്നെയാണ് ഞാനും കാണാതിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അത്ര ഹൈപ്പ് വേണ്ട. ഇപ്പം നമ്മുടെ മൈൻഡിൽ കുറച്ച് എക്സ്പെക്ടേഷനൊക്കെ താണിട്ടുണ്ടാവും അല്ലേ? ഇനി പോയിട്ട് സീരീസ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്ര മോശം സീരീസൊന്നും നല്ലത്. ഒരു 1/2-3 മണിക്കൂർ മാക്സിമം വരുന്ന 4 എപ്പിസോഡ്. നല്ല പേസിംഗ് കൊണ്ട് ബോർ നടിക്കുകയില്ല. ബിഞ്ച് വാച്ചൊക്കെ ചെയ്താൽ അറൗണ്ട് ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ പരിപാടി ചെയ്യും. ഒരു പടത്തിൻ്റെ ലെങ്ത് അത്രയല്ലോ. നമ്മൾ വാട്ട് ഇഫ് കണ്ട അതേ സ്റ്റൈൽ ആനിമേഷനാണ്. സോ കുറ്റമൊന്നും പറയാനില്ല. സ്റ്റോറിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഏകദേശം അതുപോലെ തന്നെ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് സ്റ്റൈൽ സ്റ്റോറിയാണ്. ലൈക്ക് വേൾഡിൽ സോംബി അപ്പോക്കലിപ്സ് ഉണ്ടാകുന്നു, ഒരു കൂട്ടം ആൾക്കാർ സർവൈവ് ചെയ്യാനും ഭൂമി രക്ഷിക്കാൻ നോക്കുന്നു, വേറെ കൂട്ടം ഈ സിറ്റുവേഷൻ മുതലെടുത്ത് പവർ എങ്ങനെ അക്വയർ ചെയ്യാൻ നോക്കുന്നു. ടിപ്പിക്കൽ. ബട്ട് ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുന്നത് മാർവലിൻ്റെ വേൾഡിലാണ്. സോ സോംബി സൈഡിലും ഹ്യൂമൻ സൈഡിലും 2 സൈഡിലും സൂപ്പർ ഹീറോസ് ഉണ്ട്. ഹീറോസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മാർവൽ താറവായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വരുന്നവരും പോകുന്നവരൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പറഞ്ഞു വരുന്നത് നിങ്ങൾ മുന്നേ വേണ്ട MCU ക്യാരക്ടേഴ്സിന് മാത്രമല്ല മറ്റു പലരും ഉണ്ട്. ലൈക്ക് നമ്മളെ പണ്ടത്തെ ബ്ലേഡൊക്കെ മൂൺനൈറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊരു നൈസ് ക്യാരക്ടറാണ്. ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഹൾക്കിന് ഇതിൽ നല്ലൊരു പോർട്രയിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മാരകമായിട്ടൊന്നുമില്ല. ബട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്ന ഹൾക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്ററാണ്. ബ്രൂട്ടാലിറ്റിൻ്റെ വയലൻസിനൊന്നും കാര്യം പറയണ്ടല്ലോ, അറിയാലോ. ബ്ലഡ് ബാത്താന്ന് അറഞ്ചാൻ പൊറിഞ്ഞ ചോരയാണ്. ഓൾറെഡി വിഷ്വൽസൊക്കെ കാണുമ്പോൾ അറിയാലോ, നല്ല വെടിപ്പായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇനി പറയാനുള്ള നെഗറ്റീവ്സാണ്. ആദ്യം പറയാം, ഇതെൻ്റെ ഒപ്പീനിയനാണ്. എല്ലാവർക്കും ഇതിങ്ങനെ ആവണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ മിസ് മാർവലാണ് ഇതിലെ പ്രോട്ടഗോണിസ്റ്റ്. ക്യാപ്റ്റൻ മാർവൽ അല്ല, മിസ് മാർവൽ. സത്യം പറയാം, ഷീഹൾക്ക് കഴിഞ്ഞ മാർവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ മിസ് മാർവലാണ്. ഇനി ഈ ക്യാരക്ടർ പോരാണ്ട് മാർവലിൻ്റെ ഇപ്പോഴത്തെ ന്യൂ കുടുംബശ്രീ ടീം മൊത്തമുണ്ട് ഈ സീരീസിൽ. ഇവരെല്ലാം ഇതിൽ മെയിൻ. ഇവർ മാത്രമല്ല, ആടിയോടിയൊക്കെ ആയിട്ട് കുറച്ച് പഴയ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. ബട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാർവൽ നമ്മളിലേക്ക് ഈ ക്യാരക്ടറിനെ അങ്ങ് ഇഞ്ചക്ട് ചെയ്ത് നോക്കുന്ന പോലെ തോന്നും. ലൈക്ക് ഇവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ, ഇനി അങ്ങോട്ട് ഇവരെ വെച്ചിട്ടാണ് അവഞ്ചേഴ്സൊക്കെ പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ മാത്രമല്ല കഥയിലും ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ഒരു അൺവാണ്ടഡ് ഇമ്പോർട്ടൻസ് ഈ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടാ. മാർവൽ ഇപ്പോൾ ഇറക്കിവിടുന്ന എല്ലാത്തിലും ഈ ന്യൂ അവഞ്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ഇതും. പിന്നെ ഒരു മെയിൻ നെഗറ്റീവ്, ദർ ഈസ് നോ ടോണി സ്റ്റാർക്ക്. അയൺമാൻ സ്യൂട്ട് ഉണ്ട്, മാർക്ക് 50 ആയിട്ടാണെന്ന് തോന്നുന്നു. ബട്ട് ടോണി സ്റ്റാർക്ക് ഇല്ല. ഈ സ്യൂട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അയൺ ഹാർട്ടാണ്. But why? You think Tony Stark would be Tony Stark if he wasn't a billionaire? Tony Stark was able to build this in a cave with a box of scrap. ടോണി സ്റ്റാർക്ക് റിച്ച് ആയതുകൊണ്ട് മാത്രമാണ് അയൺമാൻ ആയതെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം എന്തേ ഓസിന് ഇട്ടിപ്പോൾ സൂട്ട് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുക. ഐ തിങ്ക് വാട്ടിഫിൽ ടോണി മരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും സൂട്ട് മാത്രം ഇവിടെ വന്നത്. ബട്ട് അതൊന്നും തന്നെ ഈ അയൺ ഹാർട്ടിൻ്റെ കയ്യിൽ അത് പോട്ട് ആൾ പെട്ടെന്ന് തന്നെ തട്ടിപ്പോയോണ്ട് അധികം സഹിക്കേണ്ടി വന്നിട്ടാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഒരു ഡീസൻ്റ് വാച്ച് തന്നെയാണ് മാർവൽ സോംബീസ്. വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും മാർവലിനെ മര്യാദക്ക് ഫോളോ ചെയ്യുന്നവർക്കും നല്ലോണം ഇഷ്ടമാവും. 4 എപ്പിസോഡല്ലേ, എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് പറ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കെൽവിൻസ് POV.